വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കോളേജിലെ ഒരു മിസ്സിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയാണ് കേട്ടോ. അത് നടക്കുന്നത് കോളേജിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. പിന്നെ ദേ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ റുക്സാന. ആൾ സൂപ്പറായിട്ട് കളിക്കുന്നില്ലേ? എവിടെ വെച്ച് പാർട്ടി നടത്തണമെന്നുള്ള വൺ പ്ലാനിങ്ങിലാണ് ഗൈസ് ഞങ്ങൾ. അവസാനം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ക്ലാസ്സിലുള്ള ആമിനിയുടെ ഫ്ലാറ്റ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ മിസ്സിനെ ഞങ്ങൾ ക്ഷണിച്ചു അങ്ങോട്ട്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് തന്നെ പോയി കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ പോയത്. പക്ഷേ ഏകദേശം ഒരു 10-10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. അങ്ങനെ എല്ലാവരും കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ പോയത്. എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ ഞങ്ങൾ പോയത്. ഓക്കെ, ഹോം ടൂർ. ഹായ് പറയൂ അക്ഷയ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ. മിസ് വരുന്നതിന് മുന്നേ അവിടുത്തെ ഡെക്കറേഷൻ പണികളൊക്കെ തീർക്കാനുള്ള ആ ഒരു ഓട്ടത്തിലാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫുഡ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, എല്ലാവർക്കും കൂടി ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്താൽ പോരെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഫ്രൂട്ട് സലാഡ്. ബിരിയാണി എന്തായാലും പുറത്തുനിന്ന് മേടിക്കുവാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ കൈപ്പുണ്യം കൂടെ മിസ് കുറച്ച് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടൊരു ഫ്രൂട്ട് സലാഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ആമിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവളുടെ ഈ ഒരു റെസിപ്പീൻ്റെ ഫാൻസാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു മിസ്സുമാർക്കും കൂടെ ഇന്നങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ കിച്ചൺ വർക്ക്സ് ഒരു വഴിയിൽ കൂടിയും ഡെക്കറേഷൻസ് ഒക്കെ മറ്റൊരു വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അതേ കണ്ടോ, മോനെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ അവൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ മൊത്തത്തിൽ 10 പേരാണ് കേട്ടോ ഉള്ളത്. അതിൽ ഒരാൾ മാത്രമാണ് ബോയ്, ബാക്കി ഞങ്ങൾ 9 പേരും ഗേൾസ് ആണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏക ആൺതരിയുള്ള ഒരു ക്ലാസ്സാണ് ഞങ്ങളുടേത്. ഇന്നത്തെ ദിവസം ആമിനയുടെ മോനുള്ളത് കൊണ്ട് മീനാക്ഷിനെ കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. അതാണ് ഞാൻ പിന്നെ അവളെ കൊണ്ടുവരാനിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ താരം, നമ്മുടെ ക്ലാസ്സിലെ ഏക ആൺതരി. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഫുഡും ഡെക്കറേഷൻസൊക്കെ സെറ്റായി. മിസ്സിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ മിസ്സ് വീട്ടിലോട്ട് കയറാൻ പോവാണ്. വന്ന് കയറിയത് ഉടനെ ഞങ്ങൾ ഡെക്കറേഷൻസ് കണ്ടപ്പോൾ തന്നെ മിസ്സിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. പിന്നെ ഇതാണ് മിനി മിസ്സിൻ്റെ ആയിരുന്നു റിട്ടയർമെൻറ്റ് പാർട്ടി. കൂടെ വിജയശ്രീ മിസ് ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു. മിസ് ആദ്യം തന്നെ മോന് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഏകദേശം കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ അതേ ഒരു പ്രതീതിയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളെ 2 മിസ്സുമാർക്കും ഞങ്ങൾ തന്നെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ 2 മിസ്സുമാരും ഇങ്ങോട്ട് വരികയും ചെയ്തു. ഞങ്ങൾ അറേഞ്ച് ചെയ്ത പാർട്ടി 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞങ്ങളുടെ വക മിനി മിസ്സിന് ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആകെ മൊത്തം എല്ലാവരും ഹാപ്പി ആയി കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഗൈസ്. ബിരിയാണി ഹട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് മേടിച്ചത്. നല്ല ഫുഡായിരുന്നു, ക്വാണ്ടിറ്റി നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചായിരുന്നു. ഇതായിരുന്നു ഫ്രൂട്ട് സലാഡ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അവിടെ കുറേ നേരം ഒന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങളെല്ലാവരും പിരിഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെ ചാനൽ കൂടി അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.